എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി കൂടപ്പുഴ ആറാട്ടടവിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ അടുത്ത് രണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ജീവൻ രക്ഷപ്പെടുത്തിയ അമൂല്യരായിട്ടുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോൾ അവർ. ഇത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് അക്ഷയ് എന്നാണ് പേര്. കൊടകര കൊളത്തൂരാണ് ആളുടെ വീട്. ആള് ആയുർവേദ തെറാപ്പിസ്റ്റാണ്. പിന്നെ ഈ സഹോദരൻ എന്ന് പറയുന്നത് നമ്മുടെ മുരിമൂര് ഡിവൈൻ്റെ അവിടെ സേഫ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന തൊഴിലാളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു തൊഴിലാളിയായിട്ടുള്ള വെങ്കടേഷ് എന്ന് പറയുന്ന ആളാണ് എൻ്റെ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു സുഹൃത്ത്. ഇവർ രണ്ടുപേരും ഇന്ന് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ കൂടപ്പുഴ ആറാട്ടടവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ്. ചാലക്കുടി പുഴ കണ്ട് ആസ്വദിച്ചിരിക്കാം. പകൽ സമയങ്ങളിൽ ഇവിടെ പ്രണയ ജോഡികൾ വരാറുണ്ട്, അല്ലാത്തവർ വരാറുണ്ട്, പുഴയെ സ്നേഹിക്കുന്നവർ വരാറുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കും, ചിലർ ഭക്ഷണം കഴിക്കും, അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ അക്ഷയ് ആയുർവേദ തെറാപ്പിസ്റ്റാണ്. സെൻറ്റ് ജെയിംസിൽ വന്നതിന് ശേഷം കുറച്ച് സമയം ഈ പുഴയിൽ വന്ന് ഇതുപോലെ തന്നെ ചാലക്കുടി പുഴ കണ്ട് രസിക്കാനൊക്കെ വന്ന് ഇവിടെ ഇരുന്നതാണ്. അപ്പോൾ ആളിവിടെ വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ തൊട്ടടുത്ത് മുകളിലെ പറമ്പിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പുകൾ ഇട്ടുണ്ട്. ആ സ്റ്റെപ്പുകളിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നതായിട്ട് കണ്ടു. ഒരു വീട്ടമ്മ അവിടെ ഇരിക്കുന്നതാണ്. അധികം വയസ്സിൻ്റെ ഒരു 25-26 വയസ്സുള്ളതാണ് അക്ഷയ് പറഞ്ഞത്. ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് എന്തോ കുത്തി കുറിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി നേരെ അവിടുന്ന് പുഴയിലേക്ക് നടന്നു പോവുകയാണ്. അതായത് ഈ ചെക്ക് ഡാമിലേക്കുള്ള ഇറങ്ങി നടന്ന് ആ പോക്ക് കണ്ടപ്പോൾ ഒരു പന്തികേട് തോന്നി. അപ്പോൾ ആ സമയത്ത് തന്നെ വെങ്കടേഷ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ സെപ്റ്റി ടാങ്ക് തൊഴിലാളിയായിട്ടുള്ള വെങ്കടേഷ് തൊട്ടടുത്തുണ്ടായിരുന്നു. ആള് കുറച്ചും കൂടി സാഹസികമായിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ഭിത്തിയുടെ മുകളിലൂടെ ഓടി ഈ പെൺകുട്ടിയുടെ നേരെ ഫ്രണ്ടിലേക്ക് എത്തി. അപ്പോൾ ഇവർ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടി ഇവരെ അടിക്കുകയും മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്തോ ഒരു ലക്ഷ്യം ഉള്ളിൽ വെച്ചിട്ടാണ് പോകുന്നത്. ആത്മഹത്യ ചെയ്യാനാണോ ഒരു തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് അക്ഷയും വെങ്കടേഷും പറഞ്ഞത്. ഇതിൽ ഈ വീട്ടമ്മ ഈ നേരത്തെ ഇവർ കുത്തിക്കുറിച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ടല്ലോ, അതിനുശേഷം ഇവർ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പോലീസിനെ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത്. പോലീസ് ഉടനെ തന്നെ സൈബർ സെല്ലിനെ വിളിച്ചറിയിച്ച് ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടാണ് പോലീസ് എത്തുന്നത്. പക്ഷേ പോലീസ് എത്തുന്നതിനേക്കാൾ മുൻപേ നമ്മുടെ അക്ഷയും വെങ്കടേഷും അവരെ രക്ഷപ്പെടുത്തിയിരുന്നു. അവരതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൂടപ്പുഴ സ്വദേശിയായിട്ട് തന്നെയുള്ള ഒരു വീട്ടമ്മയാണ്. പക്ഷെ ഇന്ന് അവർക്ക് അവരുടെ ജീവൻ രക്ഷപ്പെടുത്തി. ആ ജീവൻ രക്ഷപ്പെടുത്താനായിട്ടുള്ള രണ്ട് ആളുകളാണ് ഒന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ അക്ഷയും അതുപോലെ തന്നെ വെങ്കടേഷും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവരോട് രണ്ടുപേരോട് ചോദിക്കാം, എന്താ സംഭവം എന്നുള്ളത് ഇവരോട് രണ്ടുപേരോട് ചോദിച്ചറിയാം. നമ്മളിവിടെ ചുമ്മാ ഇരിക്കാൻ വന്നായിരുന്നു, കാറ്റുകൊള്ളാൻ വേണ്ടി വന്നിരുന്നതാ. അപ്പം എൻ്റെ ബാക്കിലാണ് ആ കൊച്ചു പെൺകുട്ടി ഇരുന്നുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഫോൺ വിളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്തോ കുത്തിക്കറി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ വാച്ച് ചെയ്യുന്നത് ഞാൻ പിന്നെ ഇവിടെ കൂട്ടാനെ വിളിച്ചോണ്ടിരുന്നു. പിന്നെ ആ കൊച്ചൊരു ചേട്ടനൊരു മോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടെ ഇവർ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവരെ കൂടെ വന്നായിരിക്കും. അപ്പൊ അവരെ കൂടെ തന്നെ ആ കൊച്ചു അങ്ങോട്ട് പോയിട്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ആ കൊച്ചു അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴേക്കും പെട്ടെന്ന് പോവാ ചെയ്യായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് പോയി. പിന്നെ നോക്കുമ്പോഴാണ് ഈ ചേട്ടൻ വന്ന് വേഗം ഓടി അപ്പുറത്തൂടെ പോയിട്ട് രക്ഷപ്പെടുത്തിയത്. പക്ഷെ ആ പെൺകുട്ടി നമ്മളെ ഈ ചേട്ടനെ തല്ലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വിട് മാറ്റി. പിന്നെ ഞാനും പോയപ്പോഴും എന്നെയും തല്ലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൊച്ചു വിട് എനിക്ക് പോകണം. ആ കുട്ടി ആത്മഹത്യക്ക് തന്നെ ശ്രമിച്ചിട്ടാണ് ഇതുന്നത്. വെങ്കടേഷ് എങ്ങനെയായിരുന്നു ഇത് വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാടാനായിട്ട് പോണ? ഇവിടെ അക്ഷയുടെ ഒപ്പം തന്നെയാണോ വന്നത്? നമ്മൾ ബെസ്റ്റ് പോയത് അതുപോലെ അക്ഷയ നമ്മൾ അവിടെ നിന്ന് നിൽക്കാൻ പോയത് അക്ഷയ വിളിച്ച് നമ്മള് അപ്പൊ വന്നത് അക്ഷയ. ഈ പെൺകുട്ടിയുടെ പോക്ക് കണ്ടിട്ട് എന്തോ പന്തിയോട് തോന്നി. അപ്പൊ എന്ത് ചെയ്തു? ആ പെൺകുട്ടി അവിടെ പോകുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ആ ചേട്ടൻ കൂടെ സ്കൂട്ടിയിൽ ഒരു ചേട്ടൻ വന്നത്. ആ ചേട്ടൻ കൂടി നമ്മൾ പോകുന്നത് ഉദ്ദേശിച്ചില്ല. ലാസ്റ്റ് ആ പെൺകുട്ടി അങ്ങനെ ചാടി പോയി. വെങ്കടേഷ് ഇവിടെ ഒന്ന് കുളിക്കാൻ വന്നല്ല? കുളിക്കാൻ വന്നത്. അങ്ങനെ ചാടാൻ പോകുന്നത് നമ്മൾ എറിഞ്ഞ് അപ്പുറത്ത് നമ്മൾ ഇവിടെ ഡ്രസ് കൂടിയിട്ട് അവിടെ ഓടി ഈ പടി കൂടി ഓടിപ്പോയിട്ട് പടിയുടെ മുകളിൽ കൂടെ ഓടി അങ്ങനെ ഓടി അപ്പുറത്ത് അവിടെ നിന്ന് ചാടി നമ്മൾ ആ പെൺകുട്ടി. എന്നിട്ട് ഇതിലൂടെ കയറ്റി അപ്പുറത്തെ അപ്പുറത്തെ ദിവസം കൂടി ആൾക്ക് എത്തി മുകളിലേക്ക് എത്തി അപ്പുറത്തെ അഡ്ജസ്റ്റ് അങ്ങനെ മുകളിൽ കിട്ടി. അപ്പോഴാണ് പോലീസ് അപ്പുറത്താണ് പോലീസ്. ഇപ്പൊ ഇതുപോലെ മുന്നാരെങ്കിലും രക്ഷപ്പെടുത്തിട്ടുണ്ട്? ഫസ്റ്റ്. അത് ശരി. അവരുടെ ജീവൻ ഇപ്പൊ രക്ഷപ്പെട്ടു. അത് നിങ്ങൾ അറിഞ്ഞിരുന്നാ? അവര് രക്ഷപ്പെട്ടു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി മരിച്ചാണ്. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ഈ ചേട്ടനും രണ്ടു പേർക്ക് മാത്രം ഉണ്ടായില്ല. പക്ഷെ അവർക്ക് രണ്ടാൾക്കും നീന്താനും അറിയില്ല. അവര് നമ്മൾ ഈ ചേട്ടനാണ് പറഞ്ഞു വിട്ടത്. വേറെ അല്ലെങ്കിൽ ആ കുട്ടി സ്പോട്ടിൽ തന്നെ പോയി. തീർച്ചയായിട്ടും നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഏത് നിമിഷത്തിലാണ്, ഏത് ദൗർബല്യ നിമിഷങ്ങളിലാണ് മനുഷ്യന്റെ ജീവൻ വെടിയാൻ നോക്കണേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു മൂമെന്റിൽ ആരെങ്കിലും രക്ഷയ്ക്കോ സഹായത്തിനോ എത്തിയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടും. അപ്പം അങ്ങനെ രണ്ട് രക്ഷാദൂതന്മാരെ പോലെ കടന്നു വന്ന ആൾക്കാരാണ് എൻ്റെ പറയുന്നത് ഈ അക്ഷയും അതുപോലെ തന്നെ ഈ വെങ്കടേഷ് എന്ന് പറയുന്ന ഈ സെപ്റ്റി ടാങ്ക് തൊഴിലാളി. നമുക്കറിയാം ഈ മുരിമുരി ഡിവൈൻ്റെ അവിടെയൊക്കെ ഈ സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്ന തൊഴിലാളികളെ പറ്റി നമ്മൾ പലതും പറയാറുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ നല്ല മനസ്സുണ്ട്. അവരും മനുഷ്യരാണ്. അവർ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വെങ്കടേഷിന് എല്ലാവിധ വെങ്കടേഷിന് എല്ലാവിധ ഇങ്ങോട്ട് കയറുന്നു കുറച്ച് അതാണ് വെങ്കടേഷിന് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരാണ്. കാരണം ഒരു ജീവന്റെ വില എന്ന് പറഞ്ഞാൽ വലിയ വില തന്നെയാണ്. അതുപോലെ തന്നെ അക്ഷയ്ക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആറാട്ടടവിലും കൂടപ്പുഴയിലൊക്കെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കാണും. അത് പരിഭ്രാന്തിപ്പെടരുത്. നമ്മുടെ മുന്നിൽ ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ മുന്നിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അപകടങ്ങൾ, ഇങ്ങനെ സംഭവങ്ങൾ കണ്ട ഉടനെ നമ്മളതിൽ ഇടപെടണം. ആ ഒരു ജീവനാണെങ്കിലും അത് രക്ഷപ്പെടുത്തണം. അത് നമ്മുടെയൊക്കെ ചുമതലയാണ്.
എന്തായാലും ഈ രക്ഷാദൂതന്മാരെ പോലെ കടന്നു വന്ന കൊടകര സ്വദേശി കൊളത്തൂർ സ്വദേശിയായിട്ടുള്ള അക്ഷയ്ക്കും അതുപോലെ മുരിങ്ങൂരിലെ സെപ്റ്റി ടാങ്ക് തൊഴിലാളിയായിട്ട് ഉപജീവനം നടത്തി ജീവിക്കുന്ന നല്ല മനസ്സുള്ള കനായ തൊഴിലാളികൾ എപ്പോഴും നമ്മൾ വളരെ മോശമായിട്ടാണ് എപ്പോഴും ചിത്രീകരിക്കാറ്. എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ഈ മുരിങ്ങൂരുള്ള അവിടെ ഇരിക്കുന്ന സെപ്റ്റി ടാങ്ക് തൊഴിലാളികൾ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സംഗതിയുണ്ട്. പക്ഷേ വെങ്കടേഷ് എന്ന് പറയുന്ന നല്ല മനസ്സുള്ള തൊഴിലാളിയുടെ മുന്നിലും JFS മീഡിയയുടെ അഭിനന്ദനങ്ങൾ നേരെയാണ്. നന്മകൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.